ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയുടെ ബാക്ക് സൈഡിൽ നിന്ന് തീ വരും. മാരക സൗണ്ട് ആണ് കേട്ടോ ഗൈസ്, മാരക സൗണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഈസ് ലാസ്റ്റ് വോയേജ്. അപ്പോൾ ഇന്ന് നമ്മുടെ മോഡിഫിക്കേഷൻ സീരീസ് ചെയ്യേണ്ട ഒറ്റ നോട്ടത്തിൽ കണ്ട എങ്ങനെയുണ്ട് സംഭവം? ചുമ്മാ തീയാണ്. ഞാൻ ഇതുവരെ കണ്ടത് വെച്ച് R15 R1M കിറ്റ് കയറ്റിയതിൽ ഒരു അടിപൊളി ലുക്ക്. സത്യം പറഞ്ഞാൽ സംഭവം ചുമ്മാ തീ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറഞ്ഞു. കാരണം ലുക്ക് വൈസ് സംഭവം ഒരു രക്ഷയില്ല കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഞാൻ ഇതിനു മുമ്പ് ഒരു R15 R1M കിറ്റ് കയറ്റിയ വണ്ടി കാണിച്ചിട്ടുണ്ടെങ്കിലും ഈ സാധനം ഒരു രക്ഷയില്ലാത്ത അഡാറ് ലുക്ക് തന്നെയാണ്. അപ്പോൾ ലുക്ക് മാത്രമല്ല, കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് നമ്മുടെ ഷോ ഓഫിന് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ആ പുറകിരിക്കുന്ന സാധനമൊക്കെ ഉണ്ടല്ലേ, ക്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു തരാം. ഫസ്റ്റ് കണ്ട വണ്ടിയുടെ ലുക്ക് ഒന്ന് നിങ്ങൾ മൊത്തം നോക്കുക. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു വണ്ടിയുടെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളായിരിക്കും പറയുന്നത്. ഇതിൻ്റെ മോഡിഫിക്കേഷൻസും ഇതിനകത്തുള്ള കോസ്റ്റും പിന്നെ ഇതിനകത്തുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പറ്റും. ഇതൊരു മോഡിഫൈ ചെയ്ത R15 ആണ്. സോ അതിന് ഈ ഒരു R1M കിറ്റ് കയറ്റി ഇത്ര അടിപൊളി ലുക്കാക്കി ഈ ഒരു വണ്ടിയുടെ വിശേഷമായിരിക്കും ഇന്നത്തെ ഒരു വീഡിയോയിൽ. സോ ഗൈസ്, ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ചാൽ ഇതിൻ്റെ ഒരു കളർ സ്കീമാണ്. അപ്പോൾ ഈ ഒരു കളർ സ്കീം നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കണ്ട് ഇപ്പോൾ കാണാൻ പറ്റുന്ന ഈ ഒരു സിയാനകത്ത് ഒരു ബ്ലൂ ഷെയ്ഡുണ്ട്, അതുപോലെ തന്നെ ഗ്രീൻ, ചില ലൈറ്റിങ്ങിലൊക്കെ ചെറിയൊരു ഗ്രീൻ ഷെയ്ഡും കാണാൻ പറ്റും. ആ ഒരു കളർ സ്കീമിൻ്റെ കൂടെ നമുക്കിവിടെ ഫുള്ള് ഒരു സിൽവർ ടച്ചാണ്. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു രണ്ട് കളേഴ്സിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് കളർ സ്കീമും കൂടാണ് ഇതിനകത്ത് മെയിനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 3 കളറാണ് ഇതിനകത്ത് ഹൈലൈറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അട്രാക്റ്റീവ്നെസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമറ കൂടെ എത്ര കാണുമെന്ന് മനസ്സിലാകത്തില്ല, പക്ഷെ നേരിട്ട് നല്ല അടിപൊളി ലുക്ക് തന്നെയാണ് കേട്ടോ. ഈ 3 കളറും കൂടെ നല്ല രീതിയിൽ തന്നെ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ ഡിസൈനാണ്. ഫ്രണ്ട് ഹെഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. നമ്മുടെ R1, അത് നമ്മുടെ യമഹയുടെ ലിറ്റർ ക്ലാസ് വണ്ടിയായിട്ടുള്ള R1 ആ ഒരു ലുക്ക് ഇൻസ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ DRLും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. സൈഡ് സ്ട്രൈപ്പായിട്ട് LED സ്ട്രിപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ RCയുടെ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് കേട്ടോ. 2 എണ്ണം കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട ZX 10Rലൊക്കെ വരുന്ന പോലത്തെ ആ ഒരു മിറേഴ്സിൻ്റെ ഫസ്റ്റ് കോപ്പിയാണ് ഫ്രണ്ടിൽ വെച്ചേക്കുന്നത്. മെയിനായിട്ട് കാണാൻ പറ്റുന്നത് വെച്ചാൽ വീലിൻ്റെ അവിടെ തന്നെ ഡ്യുവൽ ഡിസ്ക് ബ്രേക്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഡ്യുവൽ ഡിസ്ക് ബ്രേക്സ് വർക്കിംഗ് ആണ്. ബൈബ്രയുടെ ബ്രേക്ക് കാലിബേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ടയർ വന്നിട്ടുള്ളത് നമ്മുടെ സൂപ്പർ കോസയാണ്. പിറലിയുടെ ഡയബ്ലോ സൂപ്പർ കോസോ എന്നിങ്ങനെയൊക്കെ നമുക്ക് സെറ്റ്മെൻറ്റിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇതിനകത്തെ ഡ്യുവൽ ഡിസ്ക് ബ്രേക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അവിടെ ആ അലോയ് വീൽസിനകത്തും ആ സെയിം നമ്മുടെ ആ സിയാൻ ബ്ലൂ കളറ്, അതിനകത്തൊരു ഗ്രീൻ ടച്ചുള്ള ആ കളർ തന്നെ നമ്മുടെ അലോയ് വീൽസിനകത്തും കൊടുത്തിട്ടുണ്ട്. സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു പക്ക റേസിങ് കിറ്റും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഈ കിറ്റ് മൊത്തം നമ്മുടെ തമിഴ്നാട് എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് അവർ കസ്റ്റമായിട്ട് തന്നെ ഇറക്കിയ കിറ്റാണ് ഇതിനകത്ത് വെച്ചേക്കുന്ന. ഈ ഒരു സൈഡ് പാനൽസും കാര്യങ്ങളും എല്ലാം കൂടെ ഈ ഒരു സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ R1M എന്നൊക്കെ ഉള്ള സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും കാണാം. ഇവിടെ പെയിൻ്റാണ് കേട്ടോ. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ സ്റ്റിക്കേഴ്സ് എല്ലാം മാറ്റിയിട്ട് ഇപ്പോൾ പെയിൻ്റ് ആക്കിയിട്ടുണ്ട് ഫുള്ളായിട്ട്. ഇതെല്ലാം പെയിൻ്റാണ്, ഇതെല്ലാം പെയിൻ്റ് തന്നെയാണ്. ആ ഒരു താഴെ അണ്ടർബെല്ലിയുടെ ആ ഏരിയയിൽ ഇവിടെ ഒരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അത് അണ്ടർബെല്ല് അപ്പുറത്തിപ്പുറത്തൊക്കെ ഗ്രില്ല്, ചെറിയൊരു മെഷ് ഗ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. മെയിൻ ഹൈലൈറ്റ് ഭാഗം തന്നെയാണ് ഇതാണ്ട് ഇതിൻ്റെ ആ ഒരു എക്സോസ്റ്റിൻ്റെ പൈപ്പ് വയ്ക്കുന്നതാണ്. നമ്മുടെ ആ ഒരു മിഡ് പൈപ്പ്, ആ ഒരു ബെൻ പൈപ്പും കാര്യങ്ങളും എല്ലാം കൂടെ നമുക്കിവിടെ കാണാൻ പറ്റും. ആൻഡ് ഇവിടെ ആണ് സാധനം ഇരിക്കുന്നത്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയുടെ ബാക്ക് സൈഡിൽ നിന്ന് തീ വരും. ഇതും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രംബോടാണ്ട് ഈ ഒരു ബ്രേക്ക് കിറ്റും അതുപോലെ ബ്രേക്കും ക്ലച്ചും കാര്യങ്ങളൊക്കെ ബ്രംബോടെ ആക്കിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഞങ്ങളുടെ കിക്ക് ത്രോട്ടിലും സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തും നമുക്ക് വേണ്ടി ഈ ഒരു പെയിൻറ്റ് തന്നെ അടിച്ചിട്ടുണ്ട് കേട്ടോ. വിഷ്വലി നല്ല അപ്പീലിംഗ് ആണ്. ഈ ക്ലിപ്പോണിൽ തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ അപ്പീലിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പീസ് മൊത്തം നമ്മുടെ ഈ ഒരു ഡാഷിൻ്റെ അവിടുത്തെ ആ ഒരു പീസ് മൊത്തം ഫൈബർ പീസ് മൊത്തം നമ്മൾ ഡിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ആ ഒരു കിറ്റിനകത്ത് കണ്ട ആ ഒരു മെഷ് ഗ്രില്ലും കാര്യങ്ങളൊക്കെ കാണാം. നമ്മുടെ ഫ്യൂൽ ലിഡിൻ്റെ അവിടെ ആ ഏരിയ മൊത്തം
നമ്മൾ ഡിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ബാക്കിലെ ഈ ഒരു സീറ്റ് കൗളും റിമൂവ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. അതുകൂടാതെ തന്നെ ഇതും ഫൈബറോ കാര്യങ്ങളൊന്നുമല്ല, ഇതെല്ലാം മെറ്റൽ പീസ് തന്നെയാണ് കേട്ടോ. ഈ ഒരു ഏരിയ മൊത്തം അത് മെറ്റലാണ് ചെയ്തേക്കുന്നത്. ഈ സൈഡും അതുപോലെ തന്നെ ഈ സൈഡും ഒക്കെ മെറ്റലാണ് ചെയ്തേക്കുന്നത്. ഇത് മൊത്തം അവർ കസ്റ്റമായിട്ട് തന്നെ ചെയ്തെടുത്തേക്കുന്നതാണ്. അതിൻ്റെ ലുക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ ഡ്യുവൽ എക്സോസ്റ്റ് കാണാൻ പറ്റും. നമ്മുടെ ഇത് തന്നെ സൂപ്പർ കോഴ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. ബാക്കിൽ അലോയ്സിനകത്തും നമുക്ക് ഇതേപോലെ ഈ ഒരു പെയിൻറ്റ് സ്കീം തന്നെ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നമ്മുടെ ടെയിൽ ലൈറ്റ്, ഈ ഒരു ടെയിൽ സെക്ഷൻ മൊത്തം തന്നെ കസ്റ്റമായിട്ട് ചെയ്തെടുത്തേക്കുവാണ്. അപ്പോൾ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഇൻഡിക്കേറ്റേഴ്സും ആ ഒരു ടെയിൽ ലൈറ്റിൻ്റെ അകത്ത് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു എക്സോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എയറിൻ്റെ എക്സോസ്റ്റിൽ തന്നെ വീണ്ടും ഒരു കസ്റ്റമായിട്ട് മൊത്തം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ളി ഈ ഒരു എക്സോസ്റ്റ് മൊത്തം തന്നെ കസ്റ്റമായിട്ടാണ് ചെയ്തേക്കുന്നത്. നമ്മുടെ ഇവിടെ വരുമ്പോഴത്തേക്കും റിയർ ബ്രേക്ക് പമ്പ് നമ്മുടെ RCBയുടെ ഫുൾ കിറ്റാണ് ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു CNC പീസ് നിങ്ങൾക്ക് മൊത്തത്തിൽ കാണാം. ഇതെല്ലാം CNCയിലാണ് ചെയ്തേക്കുന്നത്. ഈ ഒരു ഫുഡ് പെക്സും കാര്യങ്ങളും ഇവിടുത്തെ ഈ ഒരു പീസും കാര്യങ്ങളും എല്ലാം CNCയിൽ ചെയ്തേക്കുവാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇറിഡിയം സ്പാർക്ക് പ്ലഗ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ BMCയുടെ എയർ ഫിൽറ്ററാണ് യൂസ് ചെയ്തേക്കുന്നത്. ബാക്കിൽ ചെയിൻ അഡ്ജസ്റ്റേഴ്സ് ഉണ്ട്. അതുകൂടാതെ തന്നെ സ്പൂൾസ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പാഡോക്കിലൊക്കെ വെക്കാൻ പറ്റുന്ന സ്പൂൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫ്രണ്ടിൽ നമുക്ക് ഫോക്സും കാര്യങ്ങളൊക്കെ യൂസ്ഡ് ആണ് വരുന്നത്. അതുപോലെ തന്നെ അലോയ്സ് ഒക്കെ വന്നിട്ടുള്ളത് RCയുടെ തന്നെയാണ്. പിന്നെ നമ്മുടെ ഫ്രണ്ടിലാണ്ട് ഈ ഒരു കിറ്റിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതല്ല, അതാണ്ട് ഇവിടെ ഒരു മെഷ് ഗ്രില്ല് കാണാൻ പറ്റും. അപ്പോൾ മൊത്തത്തിൽ നീറ്റായിട്ട് തന്നെയാണ് ആ ഒരു ഏരിയ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഈ ഒരു സെക്ഷൻ മൊത്തം RCയുടെ ഒരു ഏരിയ ആണ് വന്നിട്ടുള്ളത്. നമ്മുടെ ബ്രേക്ക് കാലിബേഴ്സ് എല്ലാം കാണാൻ പറ്റും. വൈബ്രയുടെ ആണ് വന്നിട്ടുള്ളത്. ഇതിലുള്ള 120 സെക്ഷനാണ് പെർലിയുടെ സൂപ്പർ കോഴ്സ്. ബാക്കിൽ വന്നിട്ട് 180 സെക്ഷനാണ് നമുക്ക് സൂപ്പർ കോഴ്സ് ടയേഴ്സ് വന്നിട്ടുള്ളത്. ഫ്രണ്ടിലത്തെ ഡ്യുവൽ ഡിസ്ക് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ലുക്കിന് വേണ്ടി മാത്രമുള്ള കാര്യമല്ല. ഇതിനകത്ത് നമുക്ക് ABSഉം ഇൻക്ലൂഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡ്യുവൽ ഡിസ്ക് ആണ്. അപ്പോൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡ്യുവൽ ഡിസ്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെ ബ്രേക്കിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. വണ്ടിയുടെ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ഇതാണ് സൗണ്ട് വന്നിട്ടുള്ളത്. നിങ്ങളിപ്പോൾ കണ്ട പോലെ എൻ്റെ ബാക്കിൽ നമ്മുടെ ഈ ഒരു എക്സോ സ്കാനിൽ നിന്നൊക്കെ നമുക്ക് ഫ്ലെയിമും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു സാധനം വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സിസ്റ്റം നമ്മുടെ ബ്രോ തന്നെ പറയും. ബ്രോയാണ് ഈ വണ്ടിയുടെ ഓണർ. അതിൻ്റെ ഇൻസ്റ്റ ഐഡിയും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. അപ്പോൾ ബ്രോ പറഞ്ഞോ സംഭവം എങ്ങനെയാണ്? ഓക്കെ, അകത്ത് ഒരു സോളിനകത്തോട്ട് ഈ ബ്യൂട്ടൈൻ ഗ്യാസ് നമ്മൾ സപ്ലൈ ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു കമാൻഡ് ബോക്സ് ഉണ്ട്. അപ്പോൾ കമാൻഡ് ബോക്സിൽ നേരെ സ്പാർക്ക് പ്ലഗിലേക്ക് ഒരു ഇത് പോകും. കമാൻഡ് പോയിട്ട് ഇവിടുന്ന് സ്പാർക്ക് പ്ലഗിൽ നിന്ന് ബ്യൂട്ടൈൻ ഗ്യാസ് ഈ പൈപ്പ് വഴി വന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് വരും. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ഇവിടെ ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് അങ്ങോട്ട് വരുന്ന സമയത്ത് സ്പാർക്കായിട്ട് ഇതിന്റെ എക്സോസ് ഗ്യാസിന്റെ കൂടെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം വരും. അതെ, ഓക്കെ. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു സിസ്റ്റം കേട്ടോ. ഈ ഒരു ബാക്കിൽ ഈ ഒരു സംഭവം ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ വേറൊരു വണ്ടിയിൽ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഇന്ത്യാസ് ഫസ്റ്റ് ആണ് ഈ ഒരു സംഭവം. നമ്മുടെ ഈ ഒരു ബാക്കിലെ ഈ ഒരു സംഭവം ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. കാരണം ഞാൻ ഇതുവരെ ഇങ്ങനൊരു സംഭവം ഞാൻ വേറെ വണ്ടിയിലൊന്നും കണ്ടിട്ടില്ല. ഇങ്ങനൊരു സെറ്റപ്പ് ചെയ്തേക്കുന്നത് പ്രത്യേകിച്ച് R15 ഇതുവരെ ഞാൻ കണ്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വണ്ടിയുടെ ഒരു മെയിൻ ഹൈലൈറ്റ്. എല്ലാവരും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധം ആൾക്കാർക്ക് വണ്ടി കണ്ടപ്പോൾ ഈ ഒരു സംഭവം മനസ്സിലായി കാണും. അപ്പോൾ ഇതാണ് എന്നെ ആദ്യമായിട്ട് അട്രാക്ട് ചെയ്തത്. പക്ഷേ വണ്ടി മൊത്തത്തിൽ ഒരു കിറ്റ് വൈസ് കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ വളരെ നീറ്റാണ് കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടത് വെച്ചിട്ട് ഇത്ര ഒരു ബിഗ് ബൈക്ക് ഫീൽ ചെയ്യുന്ന ഒരു R15 ഞാൻ വേറെ കണ്ടില്ല. ഈ ഒരു ഏരിയ കണ്ടില്ലേ, ഇത് ഫുള്ള് എയർ ബ്രഷ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ഓവറോൾ കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് 2 lakh പ്ലസ് ആണ് ഈ വണ്ടിയുടെ മൊത്തത്തിൽ ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വന്നിട്ടുള്ള ഒരു കോസ്റ്റും കാര്യങ്ങളൊക്കെ. സോ ഗൈസ്, ഇതാണ്ട് വണ്ടി നമുക്കൊന്ന് ഓടിച്ചിട്ട് വരാം. വണ്ടിയുടെ ഒരു ഓടിക്കുമ്പോൾ ഉള്ള ഒരു ഫീലും കാര്യങ്ങളൊക്കെ കൂടെ നമുക്കൊന്ന് നോക്കാം. മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും എക്സോസ്റ്റ് എൻ്റെ മോനെ ഒന്നും നിങ്ങൾക്ക് എന്തായാലും കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് വണ്ടി അണ്ടർവെല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടേ വണ്ടി ഭയങ്കര ഇതാണ്. പിന്നെ ഭയങ്കര സ്മൂത്താണ് കേട്ടോ. ക്ലച്ചൊക്കെ ഭയങ്കര സ്മൂത്താണ് ഫീൽ ചെയ്യുന്നത്. ഗിയർ നമ്മുടെ ആ ഒരു ഷിഫ്റ്റൊക്കെ ഭയങ്കര ലൈറ്റാണ്. വണ്ടി ലൈറ്റ് എന്നല്ല, ഷിഫ്റ്റിംഗ് ഒക്കെ ഭയങ്കര ലൈറ്റാണ്. ഇതിൻ്റെ ഒരു നമുക്ക് ഇതിൻ്റെ ഒരു മെയിൻ ഹെൽത്ത് ഞാൻ ഒരുപാടൊന്നും അങ്ങനെ ഓടിച്ചൊന്നും പോകുന്നില്ല. ജസ്റ്റ് ഒരു ചെറിയൊരു
മാരക സൗണ്ട് ആണ് കേട്ടോ ഗൈസ്, മാരക സൗണ്ട്. ഫ്രണ്ട് ബ്രേക്കും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ നല്ല ഫീൽ ഉണ്ട്. ABS ഒക്കെ എന്റെ മോനെ. എന്റെ മോനെ, എനിക്ക് നമ്മളിപ്പോ നിങ്ങൾ പറയുമ്പോൾ C900 ഓടിച്ചിട്ട് ആ ഒരു പവർ, പക്ഷെ നമുക്കൊരു 150cc വണ്ടിയൊക്കെ ഇങ്ങനെ റഫ് ലിമിറ്റ് ചെയ്ത് അടിച്ചു പോകുമ്പോഴേ ഒരു രസമാണ്. അത് ഇമാതിരി എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിലേ നല്ല സീൻ ഇതാണ്. എന്റെ മോന്, ഇതിന്റെ ഓണറിന്റെ നെയ്ബേഴ്സ് ഒക്കെ സത്യം പറഞ്ഞ തീർന്നു. ഈ ജാതി സൗണ്ട്. ഇതാണ് വണ്ടി. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു മോഡിഫൈ ചെയ്ത R15 എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഓണറിൻ്റെ ലിങ്ക് ഉണ്ട്, അപ്പോൾ കയറി നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം. സോ ഗൈസ്, അത്രയ്ക്കുള്ളായിരുന്നു ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. സോ പുതിയൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഈസ് ലാസ്റ്റ് വോയേജ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. പീസ്.